പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയുടെ ആദ്യത്തെ വചനം കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനമാണ്. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കുടുംബത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം. തീർച്ചയായിട്ടും ഈശോയുടെ തിരുഹൃദയ രൂപം വെച്ച് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവനെ നാഥനായിട്ട് സ്വീകരിച്ചിട്ടുള്ള കുടുംബങ്ങളാണ്. ഇത് ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ ജീവിക്കുമെന്ന കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തണേ. കർത്താവിൽ ജീവിക്കാനായി കർത്താവിനെ നിരക്കാത്തതൊന്നും തന്നെ ആ കുടുംബത്തിലേക്ക്, അവൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറാതിരിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കർത്താവ് ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്താനായി ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്, ഏതാണ്ട് കളിയാക്കുന്ന വിധത്തിൽ, അവൾ മരിച്ചുപോയി, ഇനി അതിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന നേരത്ത് ഈശോ അവരെ എല്ലാവരെയും പുറത്താക്കി എന്ന് പറയണേ. യാക്കോബ്, യോഹന്നാൻ, പത്രോസ് ഇവരെ 3 പേരെ മാത്രം കയറ്റിയിട്ട് ഇങ്ങനെ കർത്താവ് ആ കുഞ്ഞിനെ ജീവനിലേക്ക് തിരിച്ചെടുക്കുന്നത് കാണും. തലീത്തക്കും, ബാലികെ എഴുന്നേൽക്കുക, എല്ലാവരെയും പുറത്താക്കി. കർത്താവിനെ നിരക്കാത്ത, കർത്താവിൽ വിശ്വസിക്കാത്ത, കർത്താവിൽ ആശ്രയം വയ്ക്കാത്ത ഒരു കുടുംബത്തിൽ അവിടെ നിന്ന് എങ്ങനെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണേ? കർത്താവിനെ നിരക്കാത്തതെല്ലാം പുറത്താക്കി കഴിയുമ്പോൾ ജീവൻ വരുന്നുവെന്ന് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ഒന്നാമത്തെ വായനയുടെ അടുത്ത വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ടും. അവനിൽ വേരുറപ്പിച്ച്, സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവനിങ്ങനെ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ ഇങ്ങനെ എപ്പോഴും നനവിലാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ തഴച്ചു വളരുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരെ, കർത്താവിൽ വേരുറച്ചിരിക്കുന്നവരെ, കർത്താവിനെ നിരക്കാത്തതൊന്നും വേണ്ട എന്ന് നിശ്ചയിക്കുന്നവർ, അവരുടെ കുടുംബങ്ങൾ ഈശോ തന്നെ വചനത്തിലൂടെ പറയണത് പോലെ പാറമേൽ പണിത ഭവനം കണക്കെ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ തലേ രാത്രിയിൽ ഉറക്കമൊഴിച്ചു നിന്ന് ആകാശങ്ങളിലേക്ക് മിഴികളുയർത്തി കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പിതാവിനോടുള്ള ഈ ഒരു സംഭാഷണം കഴിഞ്ഞിട്ടാണ് കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണമെന്നറിയണം. നമ്മുടെ കുടുംബത്തിലെ ഓരോ ആലോചനയും ഈ തമ്പുരാൻ്റെ തിരുസന്നിധിയിലായി ഇരുന്നാവട്ടെ. അവനിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതം. ജീവിതത്തിലെ എന്ത് പ്രധാന കാര്യങ്ങളാണെങ്കിലും ഒന്നൊരുമിച്ചിരുന്ന്, അത് വിവാഹമായിക്കോട്ടെ, പഠനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, മറ്റെന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും തലേ രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഒന്ന് കർത്താവിൻ്റെ തിരുനടയിൽ, തിരുഹൃദയത്തിൻ്റെ സന്നിധിയിലിരുന്ന് അവനോട് അനുവാദം ചോദിച്ച് ഒന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കി കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റും. സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്ന മനുഷ്യരെ കർത്താവ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് പിതാവിൻ്റെ അനുവാദത്തോടെ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിലേക്ക് വേരുറപ്പിക്കപ്പെട്ട, കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന, കർത്താവിന് നിരക്കാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനെ വീടൊരുക്കി വയ്ക്കുന്ന മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. വിശ്വാസത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും എൻ്റെ തന്നെ ജീവിതത്തിലേക്കും പ്രവേശിക്കാതിരിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവിലേക്ക് വേരുറപ്പിക്കപ്പെട്ട, അവിടുന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ആശീർവാദത്തിനായി തണയാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോലനാണ് ആ മനുഷ്യനോട് വിളിച്ചു പറയണത്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു സംശയവും വേണ്ട. അവനിലേക്ക് വേരുറപ്പിക്കപ്പെട്ട, അവന് അഹിതമായിട്ടുള്ളതൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഒരു തിന്മയും കടക്കാതിരിക്കാൻ അവൻ തന്നെ കോട്ടയായി, സംരക്ഷണ കോട്ടയായി നമുക്ക് പ്രതിരോധം തീർക്കും. ആ ഒരു വിശ്വാസത്തോടുകൂടെ, കർത്താവിൻ്റെ കാവൽക്കാരനാണെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.